ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് തീരത്തോടടുത്തത്. ഇത് അടുത്തതിന് ശേഷമാണ് ഇതിനകത്തുള്ള ലഗേജ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്പ്ലിറ്റായി പോയത്. ഇപ്പം ലഗേജ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഈ വെള്ള പരിപ്പ് പോലത്തൊരു സാധനമായിരുന്നു, കാണാത്ത സാധനമാണ്. പക്ഷേ ഇതിൽ വേറെ പ്രത്യേകിച്ച് സ്മെല്ലോ മണമോ ഒന്നുമില്ല. ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കാരണം അങ്ങനെ ആയതായി, എന്തോ കെമിക്കൽ ആവാനാണ് സാധ്യത. വേറെ ഇതുവരെ പേടിക്കാനോ ഒന്നുമില്ല എന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും. കാപ്പ് ബീച്ചിൽ വന്നിട്ടുണ്ട്, അവിടെ 2 എണ്ണം വന്നെന്നാണ് അറിയുന്നത്. കൊല്ലത്ത് 34, 40 എങ്ങാണ്ടായിരുന്നു പറഞ്ഞു. 40ആയി. ഇപ്പോൾ ഇവിടെ അവസാനം ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. കൊല്ലം ഇങ്ങനെ ഒഴുക്ക് ഇങ്ങോട്ടാണ്, കാറ്റും അങ്ങോട്ടാണ്. അപ്പോൾ അത് കണക്ക് ഇപ്പോൾ വെറും തകിട് ബോക്സ് മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് തകർന്നില്ല. ഇതിപ്പോൾ ഇന്ന് ഒരു 9 മണിയൊക്കെ ആവുകയുള്ളൂ, അത്രേ ആവുള്ളൂ. പേടിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇവിടെയുള്ള ആൾക്കാരും പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് വേറെ സ്മെല്ല്. ഇത് ഞാൻ കരുതി കർപ്പൂരം പോലത്തെ എന്തോ. ഇതിപ്പോൾ അതൊന്നുമല്ല. ഇത് വെള്ള സാധനമാണ്. ഇത് പ്ലാസ്റ്റിക്കും അല്ല. ഞാൻ കൈ കൊണ്ട് എടുത്ത് നോക്കി, പക്ഷേ ഇതിൽ വേറെ സ്മെല്ല വേറെ ഒന്നുമില്ല. ഇത് ഈ ഡൈല്യൂട്ട് ആവണമില്ല, ഇല്ലാതാവണമില്ല. എന്തായിരുന്നാലും ഇത് ഒരു കണ്ടെയ്നർ നിറച്ച് ഇതായിരുന്നു സാധനം. എന്താണെന്ന് ഇനി പിന്നാലെ അറിയാൻ പറ്റുള്ളൂ. വർക്കലുള്ള ഞാൻ നമ്മളാ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അമ്പലത്തിന്റെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ട്. ഇത് വെറും കാലി ബോക്സ് അല്ലേ. കാലി ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിൻ മാത്രമേ ഉള്ളൂ, ഒരു ക്യാബിൻ മാത്രം. അത് പോയി, ഇനി അതിലൊന്നുമില്ല. ഇനിയിപ്പം അല്ല, എല്ലാം തീരത്തടുപ്പിച്ചിട്ട് തിരിച്ച് ഏൽപ്പിക്കണം ബോക്സ് എങ്കിലും. നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇനിയും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയും സാധ്യതയുണ്ട്. സേവ് ദ ഫീച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്ന കാഴ്ച തിരുവനന്തപുരം വർക്കല ബീച്ച് പാവനാശത്താണ്. ഒരു കണ്ടെയ്നർ തീരത്തോട്ട് അടുത്തിരിക്കുന്നത്. ഇവിടെ റോപ്പിട്ട് കെട്ടി തെങ്ങിലിട്ടിട്ടുണ്ട്. ആ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഈ തെങ്ങിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ വേറൊന്നും കൂടി കരയിലോട്ട് അടുത്തിട്ടുണ്ട്. അത് നമ്മളെ കാപ്പ് ബീച്ചിലാണ്, വർക്കല തന്നെ കാപ്പ് ബീച്ചിൽ. ഇപ്പം ഇതിൽ ചരക്കുകളും സാധനങ്ങളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും പോലുമില്ല. ആ തിര അടിച്ച് അതിൻ്റെ ആപ്പീസ് പൂട്ടി. പിന്നെ തീരത്തോട്ട് ഇതിലോട്ട് കടലിൽ കാണാത്ത സാധനങ്ങൾ കിടക്കുകയാണ്. അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനു മുമ്പേ നമ്മൾ ബീച്ചിലെല്ലാം ഇറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മളിത് കണ്ടിട്ടില്ല. എനിക്കൊന്നും ഇതിൽ നിന്ന് തീരത്തോട്ട് അടിച്ച് വന്നതാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വെറൈറ്റി സാധനങ്ങൾ വെള്ള പോലെയാണ് നമുക്ക് കാണുന്നത്. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ബീച്ചെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്.